ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. ഇരിങ്ങാലക്കുടയിൽ ജപ്തി ഭീഷണിയെ തുടർന്ന് ഗൃഹനാഥൻ ജീവനൊടുക്കി. കല്ലംകുന്ന് സ്വദേശി അശോകനാണ് ഇക്കഴിഞ്ഞ 14-ന് ജീവനൊടുക്കിയത്. കോതപറമ്പ് വാടയിൽ കുടിവെള്ളക്ഷാമത്തിൽ പ്രതിഷേധിച്ച് വീട്ടമ്മമാർ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ തടഞ്ഞു. 1 മണിക്കൂറിന് ശേഷം നാട്ടുകാർ വാട്ടർ അതോറിറ്റി സംഘത്തെ വിട്ടയച്ചു. ചാലക്കുടി തച്ചുടപ്പറമ്പിൽ ഭാര്യയുടെ വീടിന് യുവാവ് തീയിട്ടു. തച്ചുടപ്പറമ്പ് സ്വദേശി ബാലകൃഷ്ണന്റെ വീടിനാണ് മരുമകൻ തീയിട്ടത്. മാതാപിതാക്കൾ വീട്ടിൽ നിന്നിറങ്ങി ഓടിയതിനാൽ ആർക്കും പരിക്കേറ്റില്ല. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ഇരിങ്ങാലക്കുടയിൽ ജപ്തി ഭീഷണിയെ തുടർന്ന് ഗൃഹനാഥൻ ജീവനൊടുക്കി. കല്ലംകുന്ന് സ്വദേശി അശോകനാണ് ഇക്കഴിഞ്ഞ 14-ന് ജീവനൊടുക്കിയത്. ബാങ്ക് അധികൃതർ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയതായി അശോകന്റെ ഭാര്യ പ്രമീള പറയുന്നു. ബാങ്ക് ഭരണസമിതിയാണ് അശോകന്റെ മരണത്തിന് ഉത്തരവാദിയെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ഇരിങ്ങാലക്കുട കല്ലംകുന്ന് സ്വദേശി അശോകൻ കഴിഞ്ഞ ദിവസമാണ് തൂങ്ങി മരിച്ചത്. 51 വയസ്സായിരുന്നു. കല്ലംകുന്ന് സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയാണ് അശോകന്റെ മരണത്തിന് ഉത്തരവാദിയെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. അശോകന്റെ കുടുംബം ബാങ്കിൽ നിന്നും 2019-ൽ 3,10,000 രൂപ വായ്പ എടുത്തിരുന്നു. വീട് പണി പൂർത്തിയാക്കാനാണ് വായ്പ എടുത്തത്. വീട് പണി പൂർത്തിയാക്കാൻ സർക്കാർ പദ്ധതികൾക്കായി അപേക്ഷ നൽകിയിരുന്നു. എന്നാൽ ഒന്നും അനുവദിച്ചു കിട്ടാതെ വന്നതോടെയാണ് വായ്പ എടുത്തത്. ആദ്യഘട്ടത്തിൽ വായ്പ തിരിച്ചടച്ചിരുന്നു. എന്നാൽ കോവിഡ് കാലമായതോടെ കുടുംബം പ്രതിസന്ധിയിലായി. ജോലി ഇല്ലാതായതോടെ വായ്പാ തിരിച്ചടവ് മുടങ്ങി. 4 മാസം മുമ്പും ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് വന്നിരുന്നു. വിദ്യാർത്ഥിയായ മകനും ഭാര്യയും അടങ്ങുന്നതാണ് കുടുംബം. ഒടുവിൽ ബാങ്ക് അധികൃതർ വീട്ടിലെത്തി വീട് ജപ്തി ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ഇതിൽ മനം നൊന്താണ് ആത്മഹത്യയെന്നുമാണ് അശോകന്റെ ഭാര്യ പ്രമീള പറയുന്നത്. കുടുംബം നോക്കിയിരുന്ന ആളായിരുന്നു. നിവൃത്തിയില്ലാതെയായപ്പോഴാണ് ജീവനൊടുക്കാൻ തീരുമാനിച്ചത്. 3 ആളും ഒരുമിച്ച് മരിക്കാനായിരുന്നു തീരുമാനം. അതിനു മുന്നേ ആളുപോയി, പ്രമീള പറഞ്ഞു. എന്നാൽ ബാങ്ക് ജപ്തി നടപടികൾ തുടങ്ങിയിരുന്നില്ലെന്നാണ് സെക്രട്ടറി ഗണേശൻ വിശദീകരിക്കുന്നത്. 4 മാസം മുമ്പ് നോട്ടീസ് നൽകിയിരുന്നു. അതിനു മുമ്പാണ് വായ്പ തിരിച്ചടയ്ക്കണം എന്നാവശ്യപ്പെട്ട് വീട്ടിൽ പോയി കണ്ടിരുന്നതെന്നും ബാങ്ക് അധികൃതർ പറയുന്നു. മീഡിയ ടൈം, ഇരിങ്ങാലക്കുട. ശ്രീനാരായണപുരം പഞ്ചായത്തിലെ കോതപറമ്പ് വാടയിൽ കുടിവെള്ളക്ഷാമത്തിൽ പ്രതിഷേധിച്ച് വീട്ടമ്മമാർ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ തടഞ്ഞു. 1 മണിക്കൂറിലധികം സമയം ഉദ്യോഗസ്ഥരെ തടഞ്ഞുവെച്ചുവെങ്കിലും പ്രശ്നപരിഹാരത്തിന് ഇടപെടലുണ്ടായില്ല. 1 മണിക്കൂറിന് ശേഷം നാട്ടുകാർ വാട്ടർ അതോറിറ്റി സംഘത്തെ വിട്ടയച്ചു. ആഴ്ചകളോളം കുടിവെള്ളം ലഭിക്കാതെ വന്നതിനെ തുടർന്ന് പ്രകോപിതരായ നാട്ടുകാർ ഉദ്യോഗസ്ഥരുടെ ജീപ്പ് തടഞ്ഞിടുകയായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 1:30-യോടെയായിരുന്നു സംഭവം. ബാഡ പ്രദേശത്തെ കുടിവെള്ളക്ഷാമത്തെക്കുറിച്ച് അന്വേഷണത്തിനെത്തിയ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘത്തിന് മുന്നിൽ വീട്ടമ്മമാർ പ്രതിഷേധവുമായി എത്തുകയായിരുന്നു. കുടിവെള്ളക്ഷാമം പരിഹരിക്കാതെ ഉദ്യോഗസ്ഥരെ വിട്ടയക്കില്ലെന്ന നിലപാടിലായിരുന്നു നാട്ടുകാർ. ഇതിനിടെ പഞ്ചായത്ത് അംഗം ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുമായി നാട്ടുകാർ ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും ഫലമുണ്ടായില്ല. 1 മണിക്കൂറിലധികം സമയം ഉദ്യോഗസ്ഥരെ തടഞ്ഞുവെച്ചുവെങ്കിലും പ്രശ്നപരിഹാരത്തിന് ഇടപെടലുണ്ടായില്ല. ബാഡ പ്രദേശത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന ഉദ്യോഗസ്ഥരുടെ ഉറപ്പിനെ തുടർന്ന് 1 മണിക്കൂറിന് ശേഷം നാട്ടുകാർ വാട്ടർ അതോറിറ്റി സംഘത്തെ വിട്ടയച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ഭാര്യയുടെ വീടിന് യുവാവ് തീയിട്ടു. ചാലക്കുടി തച്ചുടപ്പറമ്പിലാണ് സംഭവം. തച്ചുടപ്പറമ്പ് സ്വദേശി ബാലകൃഷ്ണന്റെ വീടിനാണ് മരുമകൻ തീയിട്ടത്. മാതാപിതാക്കൾ വീട്ടിൽ നിന്നിറങ്ങി ഓടിയതിനാൽ ആർക്കും പരിക്കേറ്റില്ല. ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീയണച്ചു. ലിജോയുടെ ഭാര്യയ്ക്ക് വിദേശത്താണ് ജോലി. ഇവർ തമ്മിൽ ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് വിവരം. ദമ്പതികളുടെ മക്കൾ 2 പേരും ലിജോയ്ക്കൊപ്പമാണ് താമസം. ഇന്ന് വൈകിട്ട് സ്കൂട്ടറിൽ ഭാര്യ വീട്ടിലെത്തിയ ലിജോ വീടിന് തീയിടുകയായിരുന്നു എന്നാണ് ബാലകൃഷ്ണനും ഭാര്യയും പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ഇത് എടുത്തിട്ടാണ് ഉള്ളിലേക്ക് വന്നു. ഞാനിത് കത്തിക്കാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനവനെ ഒരുപാട് കൺസോൾ ചെയ്യാൻ നോക്കി. അവനത് ഏറ്റില്ല. ഞാനവനെ പിടിച്ചു മാറ്റാൻ നോക്കി. അവൻ എന്നെക്കാട്ടിലും തടിയുള്ളതുകൊണ്ട് എനിക്കത് പറ്റിയില്ല. അവൻ ഞങ്ങൾ 2 ആൾ തന്നെ പുറത്തു പോയി ഞാനിവിടെ കത്തിക്കാൻ പോകണമെന്ന് പറഞ്ഞു. ചാലക്കുടിയിൽ ഫോട്ടോഗ്രാഫറാണ് ലിജോ. കുറച്ചു ദിവസമായി ലിജോയ്ക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നുവെന്നും തന്നോട് പണം ആവശ്യപ്പെട്ടിരുന്നുവെന്നും ബാലകൃഷ്ണൻ പറയുന്നു. ലിജോ എത്തിയപ്പോൾ ബാലകൃഷ്ണൻ വീട്ടിലെ പൂന്തോട്ടത്തിൽ ചെടി നനയ്ക്കുകയായിരുന്നു. ഭാര്യ അകത്ത് പൂജാമുറിയിൽ വിളക്ക് വയ്ക്കുകയായിരുന്നു. ഇവർ മൂവരും തമ്മിൽ വാക്കുതർക്കം ഉണ്ടായതിന് പിന്നാലെയാണ് ലിജോ വീടിന് തീയിട്ടത്.
ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീയണച്ചു. സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. മീഡിയ ടൈം, ചാലക്കുടി. ഇരിങ്ങാലക്കുട മുനിസിപ്പൽ ഓഫീസിന് സമീപത്ത് പുതിയതായി നിർമ്മിച്ച ഷീ ലോഡ്ജ് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നാടിന് സമർപ്പിച്ചു. നഗരസഭയുടെ വികസന വഴികളിൽ ഒരു രജതരേഖയാണ് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഷീ ലോഡ്ജ്. വളരെ സുരക്ഷിതമായ സ്ത്രീകൾക്ക് താമസമുറപ്പിക്കാൻ ഷീ ലോഡ്ജിലൂടെ സാധ്യമാകുമെന്ന് മന്ത്രി പറഞ്ഞു. ഷീ ലോഡ്ജ് കെട്ടിടത്തിന് ആധുനിക സൗകര്യങ്ങളോടുകൂടി 2 നിലകളിലായി അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുള്ള 20 മുറികളാണുള്ളത്. ഇതിൽ 3 കിടക്കകളുള്ള 2 റൂമുകളും 2 കിടക്കകൾ ഉള്ള 18 റൂമുകളുമാണ് ഉള്ളത്. 1034 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ 320 ചതുരശ്ര അടി വിസ്തീർണമുള്ള 4 കടമുറികളും ഒരുക്കിയിട്ടുണ്ട്. അടുക്കള, ഡൈനിങ് ഹാൾ, റീഡിംഗ് റൂം, വെയിറ്റിംഗ് റൂം, പാർക്കിംഗ് എന്നീ സൗകര്യങ്ങളും ഈ ഷീ ലോഡ്ജിന്റെ പ്രത്യേകതകളാണ്. ഷീ ലോഡ്ജ് പരിസരത്ത് നടന്ന ചടങ്ങിൽ ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മുഖ്യാതിഥിയായി. ഇരിങ്ങാലക്കുട നഗരസഭാ വൈസ് ചെയർമാൻ TV ചാർലി, മുനിസിപ്പൽ സെക്രട്ടറി MH ഷാജി, മുനിസിപ്പൽ എഞ്ചിനീയർ R സന്തോഷ്, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഫെമി എബി വെള്ളാനിക്കാരൻ, CC ഷിബിൻ, അംബിക പള്ളിപ്പുറത്ത്, ജെയ്സൺ പാറേക്കാടൻ, കൗൺസിലർമാരായ OS അവിനാഷ്, സോണിയഗിരി, KR വിജയ, സന്തോഷ് ബോബൻ, അൽഫോൺസ തോമസ്, PT ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ ടൈം, ഇരിങ്ങാലക്കുട. പ്രസിദ്ധമായ ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് ബുധനാഴ്ച കൊടികയറും. കൊടിയേറ്റത്തിനു മുന്നോടിയായി ആനയില്ല ശീവേലിയും ആനയോട്ടവും നടക്കും. ബുധനാഴ്ച രാവിലെയാണ് ആനയില്ല ശീവേലി. ഉച്ചകഴിഞ്ഞ് 3-നാണ് ആനയോട്ടം. ആനയോട്ടത്തിന്റെ അവസാനവട്ട ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി സബ് കമ്മിറ്റി യോഗം ചേർന്നു. ഇത്തവണ 10 ആനകളെ മാത്രമാണ് ആനയോട്ട ചടങ്ങിൽ പങ്കെടുപ്പിക്കുക. മതപ്പാടിലല്ലാത്തതും അപകടകാരികളല്ലാത്തതുമായ 17 ആനകളുടെ ലിസ്റ്റ് വിദഗ്ധ സമിതി തയ്യാറാക്കും. ഇതിൽ നിന്ന് 10 ആനകളെ നറുക്കിട്ടെടുക്കും. വീണ്ടും നറുക്കെടുക്കുന്ന 5 ആനകളിൽ 3 ആനകളെ മാത്രമാണ് ഓടാൻ നിയോഗിക്കുക. ബാക്കി 2 ആനകളെ കരുതലായി നിർത്തും. ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെ മഞ്ജുളാൽ പരിസരത്ത് 10 ആനകളെ അണിനിരത്തും. ക്ഷേത്രനാഴികമണി 3 അടിക്കുന്നതോടെ മാരാർ ശംഖുമുഴക്കിയാൽ ആനകൾ ഓടാൻ തുടങ്ങും. ആദ്യം ഓടിയെത്തി ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് പ്രവേശിക്കുന്ന ആനയെയാണ് വിജയിയായി പ്രഖ്യാപിക്കുക. ക്ഷേത്രത്തിനകത്ത് ആനകളെ ഓടാൻ അനുവദിക്കില്ല. മഞ്ജുളാൽ മുതൽ ക്ഷേത്രം വരെ ആനകൾ ഓടുന്ന വഴിയിൽ ഇത്തവണ ബാരിക്കേഡുകൾ ഉയർത്തിക്കെട്ടും. ഓടാനുള്ള ആനകൾക്ക് തണലൊരുക്കി അവിടെയാണ് ആദ്യം നിർത്തുക. വേണ്ടത്ര ജലം ലഭ്യമാകാനും ഫയർഫോഴ്സ്, പോലീസ് ഡിപ്പാർട്ട്മെന്റുകളുടെ ജാഗ്രത തുടരാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ കലശ ചടങ്ങുകളിൽ പ്രധാനമായ തത്വകലശാഭിഷേകം ഭക്തിനിർഭരമായി നടന്നു. ഇന്ന് 1000 കലശാഭിഷേകവും ബ്രഹ്മകലശാഭിഷേകത്തോടെ കഴിഞ്ഞ 8 ദിവസമായി നടക്കുന്ന കലശ ചടങ്ങുകൾ സമാപിക്കും. തന്ത്രി ചേന്നാസ് സതീശൻ നമ്പൂതിരിപ്പാടാണ് തത്വകലശാഭിഷേകവും ഉച്ചപൂജയും നിർവഹിച്ചത്. തന്ത്രി ചേന്നാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാട് തത്വകലശപൂജ നടത്തി. മീഡിയ ടൈം, ഗുരുവായൂർ. ഇനി നാട്ടിൽ നടന്നത്. ചാലക്കുടി തുമ്പൂർമുഴിയിൽ കാട്ടാനക്കൂട്ടമിറങ്ങി തട്ടുകട നശിപ്പിച്ചു. തുമ്പൂർമുഴി പാർക്കിന് സമീപം റോഡരികിലെ തട്ടുകടയാണ് ആനക്കൂട്ടം തകർത്തത്. ഇന്ന് പുലർച്ചെയോടെയായിരുന്നു സംഭവം. തട്ടുകടയുടെ ഷെഡും സാമഗ്രികളും നശിപ്പിച്ച നിലയിലാണ്. കുറച്ചു നാളുകളായി പ്രദേശത്ത് ആനശല്യം രൂക്ഷമായിരിക്കുകയാണ്. തൃശൂരിൽ യുവ സംവിധായകനെ ബ്ലേഡ് കൊണ്ട് ആക്രമിച്ച് പണം കവർന്നു. മുപ്പിളിയം സ്വദേശി നിജേഷിന് നേരെയാണ് അക്രമം നടന്നത്. എമ്മോ റോഡിലെ തട്ടുകടയ്ക്ക് സമീപം ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. തട്ടുകടയിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയതായിരുന്നു സംവിധായകൻ. ഇതിനിടെ 2 പേർ ചേർന്ന് നിജേഷിന്റെ കഴുത്തിനു പിറകിലും ഇടതുപള്ളയിലും കത്തികൊണ്ട് വരഞ്ഞ് പരിക്കേൽപ്പിച്ച ശേഷം പോക്കറ്റിലുണ്ടായിരുന്ന 100 രൂപ ബലമായി എടുത്തുകൊണ്ട് പോവുകയായിരുന്നു. അക്രമം നടത്തിയ ചങ്ങനാശ്ശേരി സ്വദേശി ഷിജു, മുതുവറ സ്വദേശി ലിജുമോൻ എന്നിവരെ പോലീസ് പിടികൂടി. പരിക്കേറ്റ സംവിധായകൻ തൃശൂർ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. മേത്തലയിൽ ഓട്ടോറിക്ഷ മറിഞ്ഞ് അപകടം. ഗൗരിശങ്കർ ജംഗ്ഷനിൽ ഇന്ന് രാവിലെ 10:45 അപകടം. TKS പുരം ഭാഗത്തു നിന്നും വരികയായിരുന്ന ഓട്ടോറിക്ഷ അഴിക്കോട് ഭാഗത്തേക്ക് പോകുകയായിരുന്ന ബസ്സുമായി കൂട്ടിയിടിക്കുന്നത് ഒഴിവാക്കാനായി വെട്ടിത്തിരിക്കുകയായിരുന്നു. ഇതിനിടെ നിയന്ത്രണം വിട്ട ഓട്ടോ റോഡിൽ മറിയുകയും ബസ് ഓട്ടോയിൽ ഇടിക്കുകയും ചെയ്തു. ഓട്ടോ ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു.
ജില്ലയിലെ വിവിധ വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് റെയ്ഡ്. കയ്പമംഗലം, തളിക്കുളം, കടങ്ങോട്, കൊടകര, ഏങ്കക്കാട്, മുണ്ടൂർ, അഞ്ഞൂർ, കല്ലൂർ, തൃക്കൂർ വില്ലേജ് ഓഫീസുകളിലാണ് റെയ്ഡ്. ഓപ്പറേഷൻ സുതാര്യത എന്ന പേരിൽ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പരിശോധനയുടെ ഭാഗമായാണ് റെയ്ഡ്. കരുവന്നൂർ പുഴയിൽ ചാടിയ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി. അവിട്ടത്തൂർ സ്വദേശിയായ കൂടലി വീട്ടിൽ 50 വയസ്സുള്ള ഷീബയാണ് പുഴയിൽ ചാടിയതായി പറയുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് സംഭവം. പാലത്തിന്റെ കൈവരിക്ക് മുകളിൽ നിന്നാണ് പുഴയിലേക്ക് ചാടിയത്. ചെരുപ്പും ബാഗും മൊബൈൽ ഫോണും പാലത്തിൽ വെച്ച ശേഷമാണ് ചാടിയത്. ഇരിഞ്ഞാലക്കുട ചേർപ്പ് പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. ഇരിഞ്ഞാലക്കുട ഫയർഫോഴ്സും സ്കൂബ ടീമും ഏറെ നേരം തിരച്ചിൽ നടത്തിയാണ് 3:30 മൃതദേഹം ലഭിച്ചത്. എല്ലാ വിഭാഗം ജനങ്ങളുടെ ക്ഷേമം മുഖ്യ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സർക്കാരാണ് കേരളത്തിലുള്ളതെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവം വർണ്ണപകിട്ടിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനോട് സമൂഹത്തിനുള്ള അവഗണനയും അവർ അനുഭവിക്കുന്ന ഉൾവലിയലും ഇല്ലാതാക്കാൻ ബോധപൂർവമായ ഇടപെടൽ നമ്മുടെ സമൂഹത്തിൽ ആവശ്യമാണെന്ന് മന്ത്രി പറഞ്ഞു. മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷയായി. ചടങ്ങിൽ NK അക്ബർ MLA വിശിഷ്ടാതിഥിയായി. ടൗൺ ഹാളിൽ നടന്ന സമാപന പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. സ്വാതന്ത്ര്യ സമര സേനാനിയും യുക്തിവാദിയും സാംസ്കാരിക പ്രവർത്തകനുമായിരുന്ന KA തോമസ് മാസ്റ്ററുടെ പേരിൽ മികച്ച പൊതുപ്രവർത്തകർക്ക് നൽകിവരുന്ന പുരസ്കാരം ഈ വർഷം പ്രമുഖ ചിന്തകനും സാമൂഹ്യ പ്രവർത്തകനുമായ K വേണുവിന് നൽകുന്നു. PN ഗോപികൃഷ്ണൻ, ഡോക്ടർ CS വെങ്കിടേശ്വരൻ, പ്രൊഫസർ കുസുമം ജോസഫ് എന്നിവരാണ് പുരസ്കാര നിർണയം നടത്തിയത്. 20,000 രൂപയും പ്രശസ്തി പത്രവും സ്മൃതി ഫലകവും ഉൾപ്പെടുന്ന പുരസ്കാരം KA തോമസ് മാസ്റ്റർ ഫൗണ്ടേഷനാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. VM സുധീരൻ, VS അച്യുതാനന്ദൻ, K അജിത, പെമ്പിളെ ഒരുമ, മാഗ്ലിൻ, ഫിലോമിന, ഡോക്ടർ തോമസ് ഐസക്, സണ്ണി M കബിക്കാട്, ആനി രാജ എന്നിവരാണ് മുൻ വർഷങ്ങളിൽ പുരസ്കാരത്തിന് അർഹരായിട്ടുള്ളത്. പെരിഞ്ഞനം പള്ളിയിൽ ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവം ആഘോഷിച്ചു. വൈകിട്ട് നടന്ന കാഴ്ചശീവേലിയിൽ 3 ഗജവീരന്മാർ അണിനിരന്നു. തൃക്കൂർ രാജന്മാരാരുടെ പ്രമാണിത്വത്തിൽ പഞ്ചവാദ്യവും പെരുവനം കുട്ടന്മാരാരുടെ പ്രാമാണിത്വത്തിലുള്ള പാണ്ടിമേളവും കാഴ്ചശീവേലിക്ക് കൊഴുപ്പേകി. തുടർന്ന് വെടിക്കെട്ട്, തായമ്പക, ഏകാദശമി വിളക്ക്, പള്ളിവേട്ട എന്നിവയും നടന്നു. ഇന്ന് വൈകിട്ട് ആറാട്ട്, രാത്രി തിരുവാതിരക്കളി, കൈക്കുട്ടിക്കളി, ആറാട്ടുവിളക്ക് എന്നിവ നടക്കും. എൽത്തുരുത്ത് SNV UP സ്കൂൾ വാർഷികാഘോഷം നടന്നു. സ്കൂൾ അങ്കണത്തിൽ നടന്ന വാർഷികാഘോഷം സഭാ പ്രസിഡന്റും സ്കൂൾ മാനേജറുമായ പ്രൊഫസർ CG ചെന്താമരാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ശിവജി നടുമുറി അധ്യക്ഷനായി. വാർഡ് കൗൺസിലർ CS സുബിന്ദ് മുഖ്യാതിഥിയായിരുന്നു. ബാങ്ക് ഓഫ് ബറോഡ അസിസ്റ്റന്റ് മാനേജർ ബിനു, കാഷ്യർ ലക്ഷ്മണൻ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. സഭാ സെക്രട്ടറി ജ്യോതിർമയൻ സമ്മാനദാനം നിർവഹിച്ചു. IL ബൈജു, രാജേഷ്, വിനീത, സജിന സക്കറിയ, സൗമ്യ സിജു, ഹെഡ് മിസ്ട്രസ് അഞ്ജു കുമാർ എന്നിവർ സംസാരിച്ചു. ഓർമ്മത്തണലിൽ ഒത്തുചേർന്ന് സഹപാഠികൾ. 1969 മുതൽ 1973 വരെയുള്ള കാലഘട്ടത്തിൽ MES അസ്മാബി കോളേജിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളാണ് കാലങ്ങൾക്കിപ്പുറം ഒത്തുചേർന്നത്. മൊയ്തീൻകുട്ടി കയ്പമംഗലം, അശോകൻ കൊടുങ്ങല്ലൂർ, കാർത്തികേയൻ, റിട്ടയർഡ് DYSP അബ്ദുൾ സലാം കണ്ണേഴത്ത്, മുഹമ്മദ് കൊച്ചി, മുഹമ്മദ് ഹുസൈൻ കാര, ഗോപിനാഥൻ കയ്പമംഗലം, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വിജയലക്ഷ്മി എന്നിവർ നേതൃത്വം നൽകി. വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ കൃഷിവകുപ്പിന്റെ ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ച കുംഭവിത്ത് മേളയുടെ ഉദ്ഘാടനം നടന്നു. മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ചു. വെള്ളാങ്കല്ലൂർ കമല ഹാളിൽ നടന്ന ചടങ്ങിൽ VR സുനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PK ഡേവിസ് എന്നിവർ സംസാരിച്ചു. സംസ്ഥാന സർക്കാർ ബജറ്റിൽ 2 കോടി രൂപ അനുവദിച്ച പറപ്പുക്കര ഗ്രാമപഞ്ചായത്ത് കൺവെൻഷൻ സെന്ററിന്റെ ഡീറ്റെയിൽ പ്രൊജക്ട് റിപ്പോർട്ട് പുതുക്കാട് MLA KK രാമചന്ദ്രൻ പ്രകാശനം ചെയ്തു. നെല്ലായി കമ്മ്യൂണിറ്റി ഹാൾ നിലനിൽക്കുന്ന സ്ഥലത്താണ് അത്യാധുനിക സൗകര്യത്തോടെ പുതിയ കൺവെൻഷൻ സെന്റർ നിർമ്മിക്കുന്നത്.
ആദ്യഘട്ടത്തിൽ ഗ്രൗണ്ട് ഫ്ലോർ, 1-ാം നില എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരേ സമയം വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനും 150 പേർക്ക് ഭക്ഷണം കഴിക്കുവാനും 200 പേർക്ക് ഇരിക്കാനുമുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ നേതൃത്വത്തിലാണ് DPR തയ്യാറാക്കിയത്. ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് 1.5 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കും. ചടങ്ങിൽ പറപ്പുക്കര പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷനായി. ബീന സുരേന്ദ്രൻ, KC പ്രദീപ്, MK ശൈലജ, NM പുഷ്പാകരൻ, കവിത സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു. പൊരിവെയിലിൽ വലയുന്ന യാത്രക്കാർക്ക് ആശ്വാസമായി ദാഹജലമൊരുക്കി KK റോഡ് റെസിഡൻസ് അസോസിയേഷൻ. മുരിങ്ങൂർ ഡിവൈൻ നഗർ ബസ് സ്റ്റോപ്പിലാണ് യാത്രക്കാർക്കായി ദാഹജലം ഒരുക്കിയിരിക്കുന്നത്. വെയിലത്ത് വലഞ്ഞു വരുന്ന യാത്രക്കാർക്ക് ശുദ്ധജലം സൗജന്യമായി കുടിക്കാൻ അവസരമൊരുക്കിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ തുടർച്ചയായി രാവിലെ മുതൽ കുടിവെള്ളം ഇവിടെ ഉണ്ടാകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ദാഹജല വിതരണം അസോസിയേഷൻ പ്രസിഡന്റ് പൗലോസ് പുല്ലേലി നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് മോഹൻദാസ് തേരോപ്പിള്ളി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ബിന്ദു ജിലേഷ്, ടോണി അമ്പൂക്കൻ, PP കുഞ്ഞു മുഹമ്മദ്, രാജേഷ് ജോസഫ്, ഹരിദാസ് അതിയാരത്ത്, മോഹൻദാസ് തോരണത്ത് തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. ഇരിഞ്ഞാലക്കുടയിൽ ജപ്തി ഭീഷണിയെ തുടർന്ന് ഗൃഹനാഥൻ ജീവനൊടുക്കി. കല്ലംകുന്ന് സ്വദേശി അശോകനാണ് ഇക്കഴിഞ്ഞ 14-ന് ജീവനൊടുക്കിയത്. കോതപറമ്പ് വാടയിൽ കുടിവെള്ളക്ഷാമത്തിൽ പ്രതിഷേധിച്ച് വീട്ടമ്മമാർ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ തടഞ്ഞു. 1 മണിക്കൂറിന് ശേഷം നാട്ടുകാർ വാട്ടർ അതോറിറ്റി സംഘത്തെ വിട്ടയച്ചു. ചാലക്കുടി തച്ചുടപ്പറമ്പിൽ ഭാര്യയുടെ വീടിന് യുവാവ് തീയിട്ടു. തച്ചുടപ്പറമ്പ് സ്വദേശി ബാലകൃഷ്ണന്റെ വീടിനാണ് മരുമകൻ തീയിട്ടത്. മാതാപിതാക്കൾ വീട്ടിൽ നിന്നിറങ്ങി ഓടിയതിനാൽ ആർക്കും പരിക്കേറ്റില്ല. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.